മരങ്ങളെക്കുറിച്ച് പഠിപ്പിച്ച ഒരു മാഷിൻ്റെ ഓർമ്മയിൽ ഒരു കോളേജിലെ കുറേ കുട്ടികൾ ക്യാമ്പസിൽ വീണ്ടും ഒത്തുകൂടുകയാണ്. അവർ ഈ കോളേജിന് സമ്മാനിക്കുന്നത് കുറേ മരങ്ങളാണ്. ഈ മൊട്ടക്കുന്നിനെ മുഴുവൻ ഒരു കാടാക്കി മാറ്റാനുള്ള കുറേ മരങ്ങൾ. 2002 മുതൽ 2005 വരെയുള്ള കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ ബാച്ച് പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ പേരിലാണ് ഇത്തവണ ഒത്തുകൂടുന്നത്. അവർ 125 മരങ്ങൾ മാഷിൻ്റെ ഓർമ്മയിൽ നട്ട് വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇവരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രോഗ്രാം കോർഡിനേറ്റർ. പേരെന്തായിരുന്നു? അഞ്ജലി. നിങ്ങൾ ഏത് ബാച്ച് പഠിച്ച? 2004 ഡിഗ്രി പാസ് ഔട്ട്. എത്ര ബാച്ചുകൾ നമ്മളിപ്പോൾ കൂടി ചേരുന്നുണ്ട് ഇവിടെ? 5 ബാച്ചുകൾ, 5 ഡിഗ്രി ബാച്ചുകളും അതോടൊപ്പമുള്ള PG ബാച്ചുകളും. 5 ബാച്ചുകൾ വിളിക്കാൻ എന്തെങ്കിലും പ്രത്യേക നൊസ്റ്റാൾജിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്? ഞങ്ങളെ ഒരു ഹോസ്റ്റൽ ഗ്രൂപ്പ് ഒരു ദിവസം ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ ഈ കുന്നൊന്ന് കയറി, പഴയതുപോലെ പൊക്കുന്നത് തൊട്ട് നടന്നു കയറി. അപ്പം ഞങ്ങളിങ്ങനെ പറയായിരുന്നു, പണ്ടത്തെ പോലെ ആ കോളേജ് ഡേ പോലെയുള്ളൊരു ദിവസം ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ? അപ്പോൾ വെറുതെ ഒരു രസത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം, എന്തായിരിക്കും റെസ്പോൺസ് നോക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഗേൾസ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് എല്ലാവരും കൂടെ നമുക്കത് നടത്താം എന്നും പറഞ്ഞ്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്വപ്നം കണ്ടതാ. പേരെന്തായിരുന്നു? റിവൈൻഡ്. ശരിക്കും ഗുരുവായൂരപ്പൻ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുന്ന് കയറ്റമാണ് അതിൻ്റെ ഒരു അല്ലേ? കുന്ന് നടന്നു കയറുക, ബസ്സൊക്കെ ഉണ്ടെങ്കിലും നടന്നു കയറുന്നതിൻ്റെ രസം. അതെ, കുന്ന് കയറ്റം മാത്രമല്ല, വൈകുന്നേരത്തെ ആ കുന്നിറക്കം നല്ല മാത്രമല്ല ഇവർ 5 ബാച്ച് എന്ന് പറയുമ്പോൾ എല്ലാതരം ബന്ധങ്ങളും വളർന്ന ബാച്ച് 5 ബാച്ചായിരിക്കും. അതെ അതാണ് അങ്ങനെയുള്ളൊരു ഡേ സത്യം പറഞ്ഞാൽ 5 കൊല്ലങ്ങൾക്ക് മുന്നേ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗമായിട്ടാണ് ഈ റിവൈൻഡ്. അപ്പോൾ റിവൈൻഡ് 1ൻ്റെ സമയത്ത് ശോഭീന്ദ്ര സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹം അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ റിവൈൻഡ് 2ൻ്റെ ആലോചന സമയത്ത് എല്ലാവരും മാഷിൻ്റെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം മാഷിൻ്റെ ഓർമ്മയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സ്മാരകം ഉണ്ടാക്കുന്നതിനേക്കാളും മാഷ് എന്താണോ നമ്മളിലേക്ക് പകർന്നു തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമെങ്കിലും ചെയ്യാന്നുള്ളതിലാണ് ഞങ്ങൾ ഈ 125 തൈകൾ, 125ാമത്തെ ബാച്ചാണ് ഞങ്ങൾ. അങ്ങനെയാണ് ഈ 125 തൈകൾ എന്നുള്ളതിലേക്ക് ഞങ്ങൾ എത്തിയത്. കോഴിക്കോട് അല്ലെങ്കിൽ കേരളം അറിയപ്പെടുന്ന ഒരു പ്രകൃതി സ്നേഹിയും പരിസ്ഥിതി സ്നേഹിയൊക്കെ ആയിരുന്നു ശോഭീന്ദ്ര മാഷ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൂടിയാണ് ഈ മരം നടൽ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഗുരുവായൂരപ്പൻ കോളേജ് എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തം തണലാണ്. ഈ തണൽ മരങ്ങൾക്കിടയിൽ വീണ്ടും തണൽ മരങ്ങൾ നടുന്നതിൻ്റെ ഒരു ഉദ്ദേശം? തണൽ മരങ്ങൾക്കുള്ളിലല്ല, തണൽ പടരാൻ വേണ്ടിയിട്ട് വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് വരിക. ഈ ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ മൊട്ടക്കുന്ന് മുഴുവൻ തണലാക്കി മാറ്റണം. അതിന് അന്ന് പഠിച്ചു പോയ അല്ലെങ്കിൽ ഇനി പഠിക്കുന്നവരും ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള ശ്രമം. അന്ന് അനുഭവിച്ച തണൽ നഷ്ടപ്പെട്ടു പോരും. അല്ല, അന്ന് ശോഭീന്ദ്ര മാഷ് ഉണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കോളേജിലുള്ള മരങ്ങളൊക്കെ. അപ്പോൾ മാഷ് പഠിപ്പിച്ച കുട്ടികളും ആ രീതിയിൽ തന്നെ പോണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ചിന്ത മാഷ ചിന്തയാണ്, നമ്മളെ ചിന്തയല്ല. മാഷ ചിന്ത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വെറും ഒരു കൂടിച്ചേരലല്ല സത്യത്തിൽ, അല്ലേ? അന്നത്തെ കാലത്തെ ഓർമ്മകളും അന്ന് പഠിച്ചതും കൂടി ആവർത്തിക്കപ്പെടുക. അതെ, തീർച്ചയായിട്ടും. മാഷ് പഠിപ്പിച്ചത് പാഠപുസ്തകത്തിനേക്കാൾ അപ്പുറം ഞങ്ങളെ പ്രകൃതിയെ സ്നേഹിക്കാനും ഇത്തരം മരങ്ങൾ കുഴിച്ചിടാനും ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ശൈലിയിൽ തന്നെയാണ് നമ്മളൊക്കെ പോവുക. അന്നത്തെ ആളുകൾക്കൊക്കെ മനസ്സിൽ അതുണ്ടാവും. അത് പഠിപ്പിക്കാതെ പഠിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മൂപ്പര് കാണിച്ചു തന്ന വഴികൾ, ആ മാഷിൻ്റെ ഒരു ജീവിത ശൈലി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈ കൂട്ടത്തിൽ പലരും പല മേഖലകളിലാണ്, രാഷ്ട്രീയത്തിലുള്ളവരുണ്ട്, അല്ലേ? പലതരത്തിലുള്ളവരുണ്ട്. ഇതിൽ എല്ലാവരും എത്തിച്ചു വരുമോ? ഈ 5 ബാച്ചിലുള്ള ആളുകൾ മുഴുവൻ എത്തിച്ചേരാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടോ? ഞങ്ങൾ ആദ്യം രജിസ്ട്രേഷനെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ആ രജിസ്ട്രേഷനെല്ലാം തന്നെ ഏകദേശം 1200 ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 5 ബാച്ചിൽ അത്രയും പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ വലിയൊരു പങ്കാളിത്തം തന്നെയാണ്. കഴിഞ്ഞ എത്ര പേരുണ്ടായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം 600 ആളുകളുണ്ടായിരുന്നു. കൂടി ഡബിളായി. കഴിഞ്ഞ തവണത്തെ വീഡിയോസും ഒക്കെ കണ്ടൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. തീർച്ചയായും. അന്ന് വരാൻ സാധിക്കാത്തല്ല, എല്ലാവരും എത്തിച്ചേരാം. നേരത്തെ അറിയിപ്പ് കൊടുത്തു അല്ലേ? ഒരു മാസത്തെ പ്രിപ്പറേഷനാണ്. ഇതിപ്പോൾ വെറുതെ ഏതെങ്കിലും മരം നടുകയല്ലേ? നമ്മൾ മരമൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നടുന്നതിന് വ്യത്യസ്തമായിട്ടാണ് ചെയ്തത്. ഇത് അശോകാണ്, അന്യം നിന്ന് പോകുന്ന ചെടിയാണ്. നമ്മുടെ പാരിജാതം അങ്ങനെയുള്ളൊന്നും ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും പാരിജാതം ഏതാണെന്നറിയില്ല, അശോക ഏതാണെന്നറിയില്ല. പക്ഷേ ഇതൊക്കെ ഈ ചിത്രശലഭങ്ങളിൽ ആശ്രയിക്കുന്ന ചെടികളാണ്, അന്യം നിന്ന് പോകുന്നതാണ്. ചെമ്പകമുണ്ട്, സാധാരണ പൊൻചെമ്പകം, ഏലഞ്ഞിയുണ്ട്, പക്ഷികൾ ആശ്രയിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ നടുമ്പോൾ നമ്മുടെ കാര്യങ്ങളാണ് ആശ്രയം. ദിലീപ്, എൻ്റെ ബൊട്ടാണിക്കൽ സയൻറ്റിസ്റ്റ് കൂടിയാണ്.
ബോട്ടണിയിൽ ടാക്സോണമി ചെയ്യാറുണ്ട്. ടാക്സോണമി. ടാക്സോണമിസ്റ്റ്. ഇപ്പോൾ ഈ മരങ്ങളുടെ പ്രത്യേകത, നമ്മൾ സാധാരണ മരങ്ങളെ കുറിച്ച് പറയുമ്പം പഴങ്ങൾ തരുന്ന മരങ്ങൾ, തണൽ തരുന്ന മരങ്ങളൊക്കെ അറിയുന്നുള്ളൂ. അങ്ങനെയുള്ള മരങ്ങളാണോ സെലക്ട് ചെയ്തേക്കുന്നത്? ഇതിൽ പഴങ്ങൾ തരുന്ന മരങ്ങളുണ്ട്, പക്ഷേ അതൊക്കെ ഈ സ്വർണ്ണപത്രി ആണെങ്കിലും അതൊക്കെ പക്ഷികൾ ആശ്രയിക്കുന്നതാണ്. അങ്ങനെയുള്ളതിനെയാണ് പ്രിഫറൻസ് കൊടുത്തത്. ശരി, നിന്നതല്ല. നമ്മളെ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാകുന്നതില്ല, നാട്ടുമാവുകളാണുള്ളത്. പ്ലാവൊക്കെ പ്ലാവ് അങ്ങനത്തതാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്തത്. എലഞ്ഞി പോലത്തതൊക്കെ 125 മരം. 125. ഈ മരങ്ങൾ സെലക്ട് ചെയ്തതിലൊരു പ്രത്യേകത ഉണ്ട്. മനുഷ്യന് ഉപകരിക്കുന്ന, മനുഷ്യന് തണൽ നൽകുന്ന, മനുഷ്യന് പഴങ്ങൾ നൽകുന്നതല്ല, ഈ പ്രകൃതിയിലെ പൂക്കൾക്കും പുഴുക്കൾക്കും പൂമ്പാറ്റകൾക്കും ഒക്കെ ഉപകരിക്കുന്ന മരങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ആണ്, അങ്ങനെയുള്ളതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും. നടാനല്ല ഒരു വഴിയുണ്ടോ ഈ കോളേജ് സംരക്ഷിക്കും? ഞാൻ കോളേജിൽ നിന്നുള്ള അത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് 2002 മുതലുള്ള ബാച്ചിൻ്റെ ഒരു യൂണിയൻ അല്ലേ. അപ്പോൾ ഓരോ ബാച്ചും ഞാൻ പറയുന്നത് ഓരോ മാസങ്ങളിൽ ഏറ്റെടുത്തിട്ട് ബാച്ചായിട്ട് വന്ന് കോളേജിലേക്ക് വരാനുള്ള ഒരു അവസരമാണ്. അങ്ങനെ വന്ന് ഈ കാര്യങ്ങൾ നിലനിർത്തി കൊണ്ടുപോകണം, സംരക്ഷിച്ചു കൊണ്ടുപോകണം.